KK ശൈലജ എങ്ങനെയാണ് CPIM-ലേക്ക് വരുന്നത്? ഒരു കണ്ണൂർക്കാരി എങ്ങനെയാണ് അതിലേക്ക് കടന്നത്? പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തക, ഏതാ കാലത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാമോ? എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഈ പറഞ്ഞ വല്യമ്മയ്ക്ക് 5 ആങ്ങളമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 പേർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ആ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതെന്തോ ഒരു വലിയ കൊലപാതക കുറ്റം പോലെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. എൻ്റെ വല്യമ്മ ഒരു വലിയ സ്റ്റോറി ടെല്ലറാണ്. ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്, എന്ത് ടീച്ചറായിരുന്നു എന്ന് പറയുന്നതിനൊക്കെ പകരം തയ്യൽ ടീച്ചർ എന്താ ടീച്ചറല്ലേ എന്ന് ചോദിക്കുകയാണ് ടീച്ചർ ചെയ്തത്. ആ ടീച്ചറാണ്, അതിൽ തർക്കമില്ല. എനിക്കിപ്പം ഞാൻ ആ ടീച്ചറല്ല. ഇപ്പോഴും ചിലപ്പോൾ ഈ കുബുദ്ധികൾ കമന്റ് ഇടും, തയ്യൽ ടീച്ചറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോകാറില്ല. അവിടെ ടീച്ചിങ്, അത് ഏത് മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്നവരായാലും. മാധ്യമങ്ങളുടെ ആ വിഷമം, ആ ഒരു രീതി ഉണ്ടല്ലോ, മുൻപിരുന്ന ആളെ പറയാൻ കഴിയുന്നതിന്റെ പരമാവധി പറഞ്ഞതിന് ശേഷം പുതിയ ആള് വരുമ്പോ മുൻപത്തത്ര പോരാ എന്ന് പറയുന്ന ആ രീതി, ടീച്ചർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മാധ്യമങ്ങളും വൻകിട മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അത്രത്തോളം ഇല്ലാത്ത ചെറിയ മാധ്യമങ്ങളായാലും അവരെയൊക്കെ വിലക്കെടുക്കുകയാണ് പ്രതിലോമ രാഷ്ട്രീയക്കാർ. അപ്പം എനിക്ക് അപകടം മണത്തു. അങ്ങനെ വന്നാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ഞാൻ മീഡിയക്കാരെ ആകെ വിളിക്കേണ്ട കാര്യമില്ല, അവർ അസംബിൾഡാണ്. ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നല്ലോ, ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് വരെ 40 ദിവസം അവിടെ അവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ 5 മണിക്ക് മീറ്റിംഗ് ചെയ്തു. ഇവിടെ 6 മണിക്ക് ബ്രീഫിംഗ് ഉണ്ടാവും പത്രക്കാർക്ക്. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നതോ, ഞാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഡയറക്ടർ ഉണ്ടാവും, എന്നാൽ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന മറുപടിയെ കൊടുക്കാവുള്ളൂ. നിങ്ങൾ സ്വയം കഥകൾ മെനയരുത്. അസംബ്ലിയിൽ അവരൊരു തവണ ഉന്നയിച്ചിരുന്നു ഞാനുള്ളപ്പോൾ തന്നെ. അതിന് നല്ല മറുപടി അന്ന് കൊടുക്കുകയും ചെയ്തു. ഞാനല്ല, മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു. അപ്പൊ ഇതൊരു ഡിസാസ്റ്ററാണ്. ആ ഡിസാസ്റ്റർ കാലത്ത് ചെയ്ത ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു ജോബാണത്. അതിൽ എന്ത് പറഞ്ഞാലും എനിക്കതിലൊരു പ്രശ്നവുമില്ല. കാരണം അതിനകത്ത് യാതൊരു തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടില്ല. ഒഴിവ് സമയം ടീച്ചറിന് കിട്ടാറുണ്ടോ ഇതിൻ്റെ ഇടയിൽ? വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്താണ്. തിരുവനന്തപുരത്താകുമ്പം പൊതുയോഗങ്ങളും പൊതുപരിപാടികളും കുറയുമല്ലോ. അസംബ്ലിയൊക്കെയുള്ള ദിവസം വൈകുന്നേരം ഫ്രീ ആവും. അപ്പോൾ നല്ല സിനിമ ഇറങ്ങി ഉറപ്പായിട്ടും പോയിട്ട് കാണും. ഞാൻ ആദ്യം MLA സമയത്ത് NK രാധ MLA, ഗിരിജാ സുരേന്ദ്രൻ, ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവുക. അതിന് മറ്റ് MLA-മാർ കളിയാക്കും, വൈകുന്നേരം ഇവർക്ക് സാംസ്കാരിക പരിപാടി ഉണ്ടാക്കും. എല്ലാ സിനിമക്കും ഞങ്ങൾ പോകും. മണിയാശാൻ അങ്ങനെ ഒരാളായിരുന്നു, കൃത്യമായിട്ട് എല്ലാ സിനിമയും. അപ്പോൾ അങ്ങനെ മാറ്റി നട്ടു എന്നൊക്കെയുള്ള വർത്തമാനങ്ങളോട് ടീച്ചർക്ക് എന്താ എഴുതിക്കൂടാത്തത്? ഞങ്ങളുടെ ഒരു സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിൽ വലിയ ഹെഡിങ്, എനിക്കെന്താ മത്സരിച്ചുകൂടെ KK ശൈലജ. ടീച്ചർ വളരെ സിമ്പിൾ ആണെന്ന് മുൻപേ നമുക്കറിയാം. ആ തരത്തിൽ തന്നെ ടീച്ചറോട് സംസാരിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം